മാഡം, എന്തിനാണ്? ഞങ്ങള് വിഷുക്കൂടി എടുക്കാറുണ്ടാ? ഇപ്പൊ വന്നിരിക്കുന്ന പുതിയ കളക്ഷൻസ് തന്നെ കാണിച്ചോളൂ. ഓക്കെ മാഡം. 2 പേർക്കുള്ളത് മതിയോ? അതെ, 2 പേർക്കുള്ളത് മതി. ഏട്ടത്തി, എനിക്കും വേണം. ചേച്ചി വാ, നമുക്ക് അങ്ങോട്ട് പോവാം. അവിടെ കുറച്ച് കളക്ഷൻസ് ഉണ്ടല്ലേ? ആ ഉണ്ട്. അങ്ങോട്ട് പോരും, ഞാൻ അവിടുന്ന് തരാം. ചേച്ചി, നമുക്ക് 2 പേർക്ക് ഒരുപോലെയുള്ള എടുക്കാട്ടോ. അതിനെന്താ, നീ നടക്കടി മോളെ. അവർ കേട്ടില്ലെന്നോ ഞാൻ വിളിച്ചത്? ഏട്ടത്തി, ഇത് കിട്ടിയ അവസരം. നിന്റെ മമ്മി നിന്റെ സൈഡാക്കാനുള്ള അവസരം. എങ്ങനെ എന്റെ സൈഡാക്കും? ഇപ്പൊ തന്നെ അവർ നിന്റെ മമ്മി അവോയ്ഡ് ചെയ്തെന്ന് നിന്റെ മമ്മിക്ക് മനസ്സിൽ ചെറിയ ഡൗട്ട് ഉണ്ടാവും. അത് നീ അങ്ങ് പിടിപ്പിച്ചു കൊടുക്ക്. ചെന്നി, നീ എന്തൊക്കെയാ പറയുന്നത്? ഇതൊക്കെ നടക്കുവോ? ഒന്ന് ചെയ്ത് നോക്ക്, വർക്കാവ് നോക്കാലോ. മമ്മി, എന്താ മോളെ? മമ്മി അവരെ അവോയ്ഡ് ചെയ്യുന്ന മമ്മി കണ്ടില്ലേ? അവരെ അവോയ്ഡ് ചെയ്തോ? ഇല്ല, ഞാൻ കണ്ടു. അവരും മമ്മി ഒറ്റയ്ക്ക് 2 പേരും കൂടി ഒരുമിച്ച് അങ്ങോട്ട് പോയി. അത് പിന്നെ മോളു, ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞായിരുന്നു മമ്മി സാരി എടുക്കുന്നില്ല അല്ലേ? അതെ. എന്റെ പൊന്നു മമ്മി, മമ്മി സാരി എടുക്കുന്നില്ലെങ്കിലും മമ്മിയൊന്ന് ഒപ്പം കൂട്ടിക്കൂടെ? മമ്മി ഒറ്റക്ക് നടക്കുന്ന അവർ കരുതുന്നില്ലല്ലോ. മമ്മി ഒറ്റക്കിട്ടില്ല അവര്. അതെ മോളു, അവരെന്നെ അവോയ്ഡ് ചെയ്തതല്ലായിരിക്കും. ചിലപ്പോ അവര് ഞാൻ വിളിച്ചത് കേട്ടിട്ടുണ്ടാവില്ല. ആ ശാലുവാൻ്റെ ഉണ്ടല്ലോ, ആ ആന്റിക്ക് മമ്മി ഇഷ്ടമല്ലെന്ന് എനിക്ക് തോന്നുന്നേ. എന്ത് ഇഷ്ടമല്ലെന്നടി? മമ്മി ഇഷ്ടമല്ല അവർക്ക്, അത് തന്നെ മോളെ. മമ്മിയുടെ മനസ്സിൽ ചെറിയൊരു കരവുണ്ട് അല്ലേ ജന്നി? അതെ, വലിയ കരട് തന്നെയാ കുടുങ്ങിയിരിക്കുന്നത്. മമ്മി നമ്മുടെ സൈഡായ നമുക്ക് അവർക്ക് പണി കൊടുക്കാൻ സിമ്പിളാ, ഹമ്പിളാ. ഇപ്പോ വിഷു പ്രമാണിച്ച് ഇറങ്ങിയ കളക്ഷൻസാ. നോക്കൂ മാഡം, നല്ല കളക്ഷൻസ് ഉണ്ട് അല്ലേടി? ചേച്ചി, എല്ലാം കൊള്ളാം, എല്ലാം ഒന്നിനൊന്ന് മെച്ചം. ആ ബ്ലൂ സാരി, അത് ചേച്ചിയുടെ നാട്ടിൽ നന്നായിട്ട് ചേരും. അവളത് എടുത്തിട്ടുണ്ടോന്ന് അറിയില്ല, എന്നാ അവൾക്ക് എടുക്കണ്ട. എനിക്ക് എടുക്കണ്ടെന്നോ? അത് പറയാൻ അവളാരാ? ഇവളോ? ഞാൻ ഇത് നിനക്ക് നന്നായി ചേരുന്നുണ്ട് മോളെ. ആ ഇതാരാ വന്നിരിക്കുന്നേ? ആ നീ വന്നോ? നിനക്ക് ഇങ്ങനത്തെ എടുക്കേണ്ടത്? എനിക്കുള്ളത് ഞാൻ എടുത്തോളാം. അതെന്നെ മോളെ? ഒന്നുമില്ല ഏട്ടത്തി, ഇത് നിനക്ക് നന്നായി ചേരുന്നുണ്ട്. ചേച്ചിക്ക് ചേരുന്നുണ്ടോ നോക്ക്, എന്നിട്ട് നമുക്ക് 2 പേർക്ക് ഒരുപോലെ എടുക്കാം. ഓക്കെ ഡി? ചേച്ചിക്ക് നന്നായി ചേരുന്നുണ്ട്. എന്നാ ഇത് തന്നെ ഉറപ്പിക്കാം അല്ലേ? ഇനി സമയം കളയണ്ടല്ലോ. ഓക്കെ ഡി, ഇത് പാക്ക് ചെയ്തോളൂ. ഓക്കെ മാഡം. എന്താടി ചേച്ചി എന്നെ അടിച്ചു? ഓ, എവിടെ ചെന്നാലും വഴക്ക്. എന്റെ ദൈവമേ, എവിടെ? അവിടെ ഉണ്ട്. കുട്ടികളുടെ ഓരോ കാര്യം വേറെ നോക്കണം. നാത്തൂനൊരു സാരി എടുത്തേക്കാം. അവള് വേണ്ടെന്ന് പറഞ്ഞാലും അവൾക്ക് എടുത്തു കൊടുക്കേണ്ടത് എന്റെ കടമയാ. മോളെ, നമുക്ക് പോയേക്കാം. അമ്മോ, ചേച്ചി അവിടെ കൂടെ വന്നോളൂ. അമ്മ വാ, നമുക്ക് പോവാം. നീ അവിടെ നിൽക്കേ. എന്താ? നിനക്കൊരു സമ്മാനം തന്നേക്കാം ഞാൻ. വേണ്ട മോളെ, ഇങ്ങോട്ട് വാ, നമുക്ക് വീട്ടിൽ പോവാം. അമ്മയ്ക്കല്ലേ തന്നെ കിട്ടിയത്, സാരിയില്ല. അങ്ങനെ വിടാനൊന്നും പറ്റത്തില്ല. മോളെ, നിനക്കൊന്നും പ്രായമുള്ള എടിന്ന് വിളിക്കണ്ട. അമ്മ പറ്റി അമ്മ അടിച്ചോളെ, ഞാൻ പിന്നെ കുഞ്ഞോളെ അടിക്കണം. എന്താണ് നീ എന്റെ അമ്മ അടിച്ചത്? മമ്മി അവരെ അടിച്ചു. അതിനിപ്പോ നിനക്കെന്താ? മമ്മിക്ക് എന്ത് പറ്റി? എനിക്കൊന്നും പറ്റുന്നില്ല. നീ നടക്ക്, നമുക്ക് വീട്ടിൽ പോവാം. വിഷുക്കൂടിയൊക്കെ നമുക്ക് ഓൺലൈനിൽ വരുത്താം. ഈ തള്ളച്ചിട്ടുണ്ടല്ലോ ഞാനേ. മോളെ അടിച്ചു നിൽക്ക്, നമുക്ക് പോവാം. ഇവളെ ഞാൻ, നീ ഇങ്ങോട്ട് വന്നേ. ഷാലി, നീ എങ്ങോട്ടാ? നാത്തൂനെ, എന്ത് ദൈവം ഇവിടെ നടക്കുന്നത്? നിങ്ങൾക്കൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങളൊക്കെ എങ്ങോട്ട് പോകുന്നത്? എന്താ മക്കളെ ഉണ്ടായത്? അത് പിന്നെ ആന്റി എന്താ അമ്മോ, എന്താണ് എന്റെ അമ്മ പോയത്? അത് പിന്നെ ആന്റി, ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായി. എന്ത് പ്രശ്നം? അയ്യോ, നാത്തൂന് എന്താ പറ്റിയത്? എന്റെ ദേവി, നാത്തൂന് എന്ത് പറ്റി? മക്കളെ, നിങ്ങളൊക്കെ എല്ലാവർക്കും ഉള്ളത് എടുത്തില്ലേ? ഞാൻ എല്ലാം ബില്ല് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. സാധനം എടുത്ത് നമുക്ക് പെട്ടെന്ന് വീട്ടിൽ പോകും. എന്ത് സംഭവിച്ചെന്ന് അറിയണ്ടേ? ആന്റി, അപ്പൊ ഞാൻ എങ്ങനെ പോകും? നീ ഞങ്ങളുടെ വീട്ടിൽ നിന്നോ മോളെ? അതെ അമ്മ ചേച്ചി ഞങ്ങളുടെ കൂടെ നിന്നോ. ഇപ്പഴാ മമ്മി എന്റെ മമ്മി ആയത്. അവളെ ഞാൻ വെറുതെ വിടില്ല. അവൾ എന്റെ സ്ഥാനത്ത് കയറി നിൽക്കുകയാ ചെയ്തത്. ഏട്ടത്തി കണക്കാ, എല്ലാവരും കണക്കാ. ഒറ്റൊന്നിനും ഞാൻ വെറുതെ വിടില്ല. കുട്ടി പട്ടാളങ്ങളെയും ഒന്നിനെയും. അങ്ങനെ വേണം മോളെ. ജെനി, നീ ഇവിടെ നിന്നോ. ഞങ്ങൾക്ക് സഹായത്തിന് നീ വേണം. ഞങ്ങളുടെ കൂടെയുള്ള ആളുകൾ ഈ വീട്ടിൽ കുറവാ. നീ ഇവിടെ വേണം മോളെ ജെനി. എന്റെ മമ്മിയോട് ഞാൻ പറഞ്ഞോളാം. ഓക്കെ ആന്റി, എനിക്ക് 100% സമ്മതം. പിന്നെ മോളെ, നീയാ എന്റെ കണ്ണ് തുറപ്പിച്ചു തന്നത്. താങ്ക് യു. എനിക്ക് ഇവിടെ വന്നപ്പോഴേ എല്ലാവരുടെയും സ്വഭാവം മനസ്സിലായതാ. മമ്മിയല്ലേ ഒരു മണ്ടി? അതെ, ഞാൻ മണ്ടിയായി പോയി, മരമണ്ടി. എനിക്ക് നിന്നോട് ഇനി പറയാനുള്ളത്, ഐച്ചാപ്പി നിങ്ങൾ ടാർഗറ്റ് ചെയ്യണം. അവർക്ക് സ്കൂളിൽ ഒരു സമാധാനവും കൊടുക്കരുത്. ഇല്ല മമ്മി, ഒരിക്കലുമില്ല. എന്റെ മമ്മി തല്ലാനൊരുങ്ങി അവള് ഒരിക്കലും സ്കൂളിൽ സമാധാനത്തോടെ ഇരിക്കില്ല. അവളുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനം അത് ഇത്തിരി കഠിനമാ. മമ്മി എന്താ ഉദ്ദേശിച്ചത്? അതൊക്കെ ഞാൻ പറയാം. ഇപ്പൊ തൽക്കാലം നിങ്ങളൊന്നും അറിയണ്ട, ആരും അറിയണ്ട. അത് നടന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അറിഞ്ഞാൽ മതി. അതുവരെ നിങ്ങൾ ആരും ഒന്നും അറിയണ്ട. എന്താ മോളെ, എന്ത് സംഭവിച്ചത്? നിങ്ങൾ ഇനി എന്റെ മുന്നിലേക്ക് വരണ്ട. മോളെ, ഞാൻ എന്തെങ്കിലും ചെയ്തത്? നിങ്ങൾ എന്നെ പറയണ്ട ആന്റി. എനിക്ക് മനസ്സിലായി നിങ്ങൾ എത്ര വൃത്തികെട്ടവളാണെന്ന്. എന്ത് ക്ലൈമോളെ നീ പറയുന്നേ?
എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. നിങ്ങളെ മണ്ടിയാ. ഞാൻ മനസ്സാവാച്ച കർമ്മനാരാത്ത കാര്യങ്ങളാ നിങ്ങൾ ഈ പറയുന്നേ. നിങ്ങളല്ലെങ്കിലും എന്തറിയാറുള്ളത്? നിങ്ങൾക്ക് എന്നോടൊരു തരി സ്നേഹമുണ്ടോ? ഒന്നില്ലെങ്കിലും ഞാൻ നിങ്ങളുടെ ഭർത്താവിന്റെ അനിയത്തിയല്ലേ. അതിന്റെ ഒരു സ്നേഹം പോലും നിങ്ങൾക്ക് എന്നോടില്ല. ഞാൻ നിന്നെ എന്റെ സ്വന്തം അനിയത്തി പോലെ കണ്ടത്. അത് നീ എന്താ മനസ്സിലാക്കാത്തത് മോളെ? ഏട്ടത്തിനും പറയണ്ട. ഏട്ടത്തി ഇങ്ങനെ ചെയ്യുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്റെ മോൾ അപ്പളേ പറഞ്ഞതാ ഇവിടെയുള്ളവർക്കൊന്നും കൾച്ചറില്ല, എല്ലാം വൃത്തികെട്ടവരാണെന്ന്. അപ്പൊ ഞാനത് വിശ്വസിച്ചില്ല. ഇപ്പൊ എനിക്കത് വിശ്വാസമായി. എനിക്കിപ്പോ ബോധ്യമായി, എല്ലാം ബോധ്യമായി. അത് പൊളിച്ചു അമ്മേ, പൊളിച്ചു. പാറു എന്തൊരു കഷ്ടമായതൊക്കെ അല്ലേടി? അതെ, ആ ക്ലാരറ്റിന് എന്തിരിക്കേടാ? അവിടെ തന്നെയായിരിക്കും അവളെ മമ്മി ഇങ്ങനെ മാറ്റിയെടുത്തത്. എന്തൊരു പാവ ആന്റി ആയിരുന്നു അവര്. അവരിങ്ങനെയൊക്കെ റിയാക്ട് ചെയ്ത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എനിക്ക് അമ്മ വിളിച്ചിരുന്നു. അപ്പൊ ഇജാബി ഇവിടുന്ന് പറയുന്ന കേട്ടു അവര് അമ്മയെ തല്ലിയെന്ന്. തല്ലിയെന്നോ? ഇത് എന്റെ ആന്റിയുടെ തെറ്റാ. ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു. ക്ഷമയൊന്നും വേണ്ടടി. എന്റെ ആന്റിയുടെ സ്വഭാവം ഒന്ന് നന്നായി കിട്ടിയാൽ മതിയായിരുന്നു. എന്തായാലും എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? പാവന്റെ അമ്മ ഒരുപാട് കരഞ്ഞിട്ടാ പോയത്. നിനക്കൊന്നും തോന്നരുത്. നിന്റെ ആന്റി എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവര് ദുഷ്ടയാ. ഞങ്ങൾ ചെയ്യണ ആന്റി അങ്ങനെ പോയില്ല അമ്മ ചേച്ചി. എന്റെ അമ്മ തന്നെ തളച്ച് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ദൈവമേ. എന്റെ അമ്മ പറഞ്ഞാൽ മതി. എല്ലാവരും തല്ലും വഴക്കൊക്കെ മേടിച്ചു വരും ഒരു അമ്മ. അവള് ആ ക്ലേശി ഞാൻ വെറുതെ വിളിച്ചു. അവളവിടെ ഒരു മമ്മി വന്ന് എന്റെ അമ്മയുടെ തല തരാൻ മാത്രമായി അവര്. എനിക്കാണെങ്കിൽ അവരെ കടിച്ച് തിന്നാനുള്ള ദേഷ്യമാ. ആ തലയ്ക്ക് എന്നെ അമ്മ അടിക്കുന്ന നോക്കി നിന്നു. മണ്ണി മണ്ണി മണ്ണി. ഇനി ഒരിക്കൽ കൂടി അവൾ എന്റെ മമ്മി അടിക്കാൻ നിന്ന അവളുടെ കൈ ഞാൻ അരിഞ്ഞടിച്ച് ഒപ്പിട്ട് കടിക്കും. ദേവി ഈ കൊച്ചിന് എന്താ? അമ്മ എന്നെ വഴി തള്ളി മേടിച്ചു വെച്ച് ഇവിടെ എന്ന് മോങ്ങും. അതുപോലെ ഞാൻ എല്ലാവർക്കും പ്രതികാരം നൽകും. ഇതെന്താ പ്രതികരിക്കാൻ സിനിമയാണോടി? കെട്ടിയാടി വാങ്ങി വെച്ചിരിക്കാം. വേറെ നമ്മൾ അതിന് വേറെ പ്രശ്നം ഉണ്ടാക്കാൻ പോണ്ട. അവർക്ക് വലിയ ആൾക്കാരാ. അവർ നമ്മളെക്കായി പൊക്കൊന്നുമില്ലല്ലോ. കുറച്ച് കാശ് നമ്മളെക്കായുണ്ട്. അതാണോ ഏറ്റവും വലിയ ആൾക്കാരെ? എന്റെ മോളെ, കാശുള്ളവർ വലുത് തന്നെയാ. അതിപ്പോ നമ്മൾ എത്തി പറ്റില്ല എന്ന് പറഞ്ഞാലും കാശുള്ളവനാ ലോകത്ത് ഏറ്റവും വലുത്. അത് നീ മനസ്സിലാക്കണം. അവർക്ക് നമ്മളെ എന്തും ചെയ്യാൻ പറ്റും. അവരെ ഇനി ഏറിയേറ്റുന്നതാ എന്റെ ഒരു അഭിപ്രായം. എന്നാലേ ഇച്ചാപ്പിക്ക് അങ്ങനെ അഭിപ്രായം ഇല്ല. അമ്മ അമ്മയുടെ കാര്യം നോക്കിയാൽ മതി. ഇച്ചാപ്പി ഞാൻ ഇച്ചാപ്പി നോക്കും. അമ്മ എന്ത് പരിപാടി കാണിച്ച് ഇങ്ങോട്ട് തല്ലപ്പോ ചോദ്യപ്പെടുത്തിന് ഒരു ഒറ്റൊരെണ്ണം മൂത്ത് കൊടുത്തിട്ട് മാസായിട്ട് നടന്നു വരായിരുന്നു. ഇച്ചാപ്പിയാണെങ്കിൽ അത് ചെയ്യാം. എനിക്ക് എന്റെ വീടിന് പഠിപ്പിച്ചെന്ന ഒരു സംസ്കാരമുണ്ട്. അത് ഞാൻ പാലിക്കൊള്ളൂ. എന്റെ ഇച്ചാപ്പി, നീ എന്റെ മോള് തന്നെയാണ്. എന്ത് വന്നീ ഇങ്ങനെ പ്രതികരിക്കുന്നേ? അയൽവക്കക്കാരൊക്കെ നിന്റെ മോൾ എന്തിനാ വീട് വെക്കുന്നതെന്ന് എന്റെ അടുത്ത് ചോദിക്കുന്നേ. ഞാൻ എന്തോന്ന് പറയാനാടി? ഈട് വെക്കാതെ പിന്നെ അമ്മ